വയനാട് തുരങ്കപാത നിർമ്മാണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളുള്ളത്. അനക്കാംപൊയിൽ മുതൽ മേപ്പാടി വരെയുള്ള തുരങ്കപാത മലയോര ജനതയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി സ്വപ്നമായി കിടന്നിരുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പിണറായി സർക്കാർ കാണിച്ച ചങ്കൂറ്റത്തെയും ഇവർ അഭിനന്ദിക്കുകയാണ്. തുരങ്കപാതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായ ആനക്കാംപൊയിൽ നിന്നും കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് KM തയ്യാറാക്കിയ വാർത്ത കാണാം. വയനാട്ടിലേക്കുള്ള തുരങ്കപാത എന്ന സ്വപ്നത്തിന് ഏറെ കാലമായി അങ്ങനൊരു ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. അത് നാളെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തറക്കല്ലിടുകയാണ്, അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും മാറി വികസനത്തിൻ്റെ ഒരു വലിയ പാത വരുന്ന ഒരിടമുണ്ട്. വയനാടിന് ഈ ആനക്കാംപൊയിൽ മുതൽ കള്ളാടി വരെയുള്ള മേഖല പൂർണ്ണമായും മാറും. ഒപ്പം തന്നെ ആനക്കാംപൊയിൽ എന്ന് പറയുന്ന മലയോര ഗ്രാമമാണ്. ആ മലയോര ഗ്രാമം പൂർണ്ണമായും മാറാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരുള്ളത്. അവർ തന്നെ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഈ ഒരു തുരങ്കപാത വരുമ്പോൾ നാടേ മാറുകയാണല്ലേ? അതെ, നാടൊരു പുരോഗതിയല്ലേ, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് കുറേ ആദ്യം മുതലേ ഉള്ളൊരു പദ്ധതിയാണ്. പക്ഷേ നമ്മുടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിനൊരു തീരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടി ആദ്യം വന്ന ആ കാലങ്ങളിൽ അത് അവരുടെയൊക്കെ സങ്കല്പമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയിരുന്നത്. ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൽ അങ്ങേയറ്റം സന്തോഷം. മാണിസാറിൻ്റെ കാലത്ത് 2 കോടി രൂപ അനുവദിച്ചതാണെന്നു 15-ല്. അത് ഇതിൻ്റെ സർവേക്കും അതിനൊക്കെ ആയിട്ട് സാറിൻ്റെ കാലത്താണ് ഇതിൻ്റെ ഒരു ആലോചന. ഇവിടുത്തെ കാരണവന്മാരും ഇപ്പം അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി. എങ്ങനെയാ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇനിയിപ്പം നാടൊക്കെ വലിയ മാറ്റം വരാൻ പോകും അല്ലേ? അതെ, ജനങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. അല്ല, എത്രയോ കാലമായിട്ട് ഇവിടെയുള്ള ആളുകളുടെ ഒരു സങ്കല്പമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ ഇപ്പോൾ നിലവിലുള്ള ലിൻഡോ ജോസഫ് MLA വളരെയധികം ഇതിന് പിന്നിൽ, അതുപോലെ തന്നെ അതിന് മുന്നിലുള്ള ജോർജ് തോമസ്, ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പാട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ കാട്ടിക്കൂടെ അക്കരെ മേപ്പാടിയിലേക്ക് വരെ നടന്നു പോയി അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ ആ എല്ലാം ഈ നാട്ടുകാരുടെ സ്വപ്നം നാളെ പോവുകയാണ്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയാണുള്ളത്. ഈ ഇതിനുള്ള നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഞാനിവിടെ ഒരു 10 വർഷമായി. ശരിക്കും ഒരു പൂർണ്ണമായി മലയോര ഗ്രാമമായിരുന്നു, ഇനി അത് മാറാൻ പോവല്ലേ? അത് മാറാൻ പോവാണ്. ഒരു ചെറിയ ടൗൺഷിപ്പായി പൂർണ്ണമായി മാറും. ടൗൺഷിപ്പായിട്ട് മാറും അത് പൂർണ്ണമായിട്ട്. എങ്ങനെ ഈ ഒരു മാറ്റത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു? വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇവരെല്ലാം തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അത് വ്യക്തമാകും. നമുക്ക് ഇവരുടെ ആ പ്രതികരണത്തോടൊപ്പം തന്നെ കണ്ട ആനക്കാംപൊയിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഈ ആനക്കാംപൊയിൽ ഇനിയിപ്പോൾ ഒരു 4 വർഷമാണ് ഈ ഒരു തുരങ്കപാതയുടെ നിർമ്മാണ കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായും ആനക്കാംപൊയിലിനുണ്ടാകുന്ന വലിയൊരു മാറ്റമുണ്ട്. അന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ആനക്കാംപൊയിലായിരിക്കില്ല. നമുക്ക് 4 വർഷം കഴിഞ്ഞ് പറയാം ആനക്കാംപൊയിൽ പഴയ ആനക്കാംപൊയിലില്ല എന്നുള്ളത്. വയനാട് തുരങ്കപാത ഇത്തരത്തിൽ ഈ ആനക്കാംപൊയിലും കള്ളാടിയും പോലുള്ള ഏറ്റവും റിമോട്ടായിട്ടുള്ള മേഖലകളെ കൂടി വലിയ വികസനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിനും അവർ നന്ദി പറയുകയാണ്. കാരണം ഇത് ഇത്രയും കാലം ഒരു സ്വപ്നമായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ഈ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത്. ആനക്കാംപൊയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KM, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.